സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെ വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നയുടെ മകനായ കാലബും നൂനിൻ്റെ മകൻ ജോഷുവായും മാത്രം, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, കാലബും ജോഷുവായും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത, ആ വചനം ഒന്ന് ഉറക്കെ വായിച്ചേ. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരാളെ വിളിച്ചാൽ നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത നിങ്ങൾ അറിയണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സുവിശേഷ വേല ചെയ്യാതെ എതിർ സാഹചര്യങ്ങളെ പർവ്വതീകരിച്ച് ചിന്തിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ രൂക്ഷത നിങ്ങൾ അനുഭവിച്ചറിയണം എന്നാണ് കർത്താവ് പറയണത്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അത് അത്രയും വേറെ വിധത്തിലുള്ള തകർച്ച കുടുംബങ്ങളെ സമീപിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളിപ്പോൾ സുവിശേഷ വേല ചെയ്ത് അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, പുലി പിടിക്കും, കരടി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീറ്റിംഗ് കൂടി, കോൺഫറൻസും കൂടി, പേപ്പർ എഴുതി പോയിക്കൊണ്ട് അങ്ങനെ കുറച്ച് കാലം കൂടെ മുമ്പോട്ട് പോയാൽ നമ്മൾ ചെയ്യുന്നത് ഒരു അവിശ്വസ്തതയാണെന്ന് കർത്താവ് പറയുകയാണ്. കാരണം എന്താ? അത് അവിടെ പുലിയുണ്ട്, ഇവിടെ കരടി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ അവിശ്വസ്തത എത്ര വലിയ ഗൗരവമേറിയ ഒരു തിന്മയാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയണം എന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് അറിയണം. ഞാൻ നിങ്ങളോട് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, എന്നേക്കാൾ കൂടുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നവരും വൈദികർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പല ആത്മായ ശുശ്രൂഷകർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. സിസ്റ്റേഴ്സിന് കുറേ പേർക്ക് നന്നായിട്ട് അറിയാം. അതായത് അച്ഛൻ കഴിഞ്ഞ വർഷം ഒരു കുടുംബത്തെ കണ്ടു. ആ കുടുംബം പറയുകയാണ്, അവരുടെ ഒരു ആഗ്രഹം സ്വീഡൻ എന്ന സ്ഥലത്തു നിന്നാണ്. അവർ പറയുകയാണ് 5000 പാരിഷ്നേഴ്സുള്ള ഒരു പാരിഷ്. ഒരാൾക്ക് ഇങ്ങനെ ഉണർവ് കിട്ടി. ആ ഉണർവ് കിട്ടിയ ആൾ അവരെല്ലാവരും കൂടെ കൂടി തീരുമാനം എടുത്ത് അവർ പറഞ്ഞു, നമുക്ക് ഈ ക്രിസ്മസിന് മുമ്പ് നമ്മുടെ ഇടവക്കാരായ എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി നമുക്ക് സുവിശേഷ വേല ചെയ്യാം. എന്നിട്ട് ക്രിസ്മസ് കുർബാനയ്ക്ക് ക്ഷണിക്കാം. എല്ലാ ഞായറാഴ്ചത്തെയും കുർബാനയ്ക്ക് ചിലപ്പോൾ ക്ഷണിച്ചാൽ വരില്ലായിരിക്കും. ക്രിസ്മസ് ഈവിൽ ഒരു കുർബാനയുണ്ട്, അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ക്രിസ്മസ് ഈവിലുള്ള കുർബാനയ്ക്ക് അവരെല്ലാവരും ക്ഷണിക്കാമെന്ന് പറഞ്ഞു. അവർ ഈ പാരിഷിൽ കയറി ഇറങ്ങി. അങ്ങനെ ഒരുക്കങ്ങൾ നടത്തി, വികാരിച്ചിൽ ഒരുക്കങ്ങളൊക്കെ നടത്തി, ജനങ്ങൾ 2-3 പേര് ഉഷാറുള്ളവരെ കയറി ഇറങ്ങി. അങ്ങനെ തീപ്പൊരിയായിട്ടെല്ലാം ചെയ്തതിന് ശേഷം അവർ ഒരുങ്ങി കുർബാന അർപ്പിക്കാൻ വേണ്ടി എല്ലാം റെഡിയായി വന്നു നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
5000-ഓളം പേര് കൊള്ളുന്ന ആ 5000-ഓളം പാരിഷണേഴ്സ് വലിയ പള്ളിയിൽ കഴിഞ്ഞ ക്രിസ്മസ് കുർബാനയ്ക്ക് 3 പേരുണ്ടായിരുന്നു. 2 പേര് പോയവർ, ഒരാളെയാണ് അധികം കിട്ടിയത്. സ്വീഡനിലാണ്, സ്വീഡൻ. 3 പേര്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്. ആ വികാരിച്ചൻ പറഞ്ഞ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, എത്ര സമയം വേണമെങ്കിലും കുർബാന അർപ്പിക്കാൻ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് ആൾ വരണില്ല. എന്നാൽ മലയാളികളുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേകത എന്താ? ഇന്ന് നമ്മൾ വിതച്ചാൽ കൊയ്ത്തുണ്ട്. സംശയമുണ്ടോ? വിതച്ചാൽ ഇന്ന് കൊയ്ത്തുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലെ ഈ സ്ഥിതി കൊയ്ത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിസ്സാര കാര്യമാണ് നിങ്ങൾ ചിന്തിക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ഇടവകളിലേക്കും കടന്നു വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്, വിശ്വാസമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഉണർവ് മങ്ങിപ്പോകും, നഷ്ടപ്പെട്ടു പോവുക. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിക്കുമ്പോൾ തന്നെ പിന്നെ ശുശ്രൂഷയ്ക്ക് താല്പര്യമില്ലാതെ ആവും. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാൻ താല്പര്യമില്ലാതെ ആവും. അങ്ങനെ പുറകോട്ട് പോകുന്ന പിന്മാറ്റത്തിൻ്റെ ഒരു അരൂപി ഇന്ന് നമ്മളെ പീഡിപ്പിക്കുന്നുണ്ട്. ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. ഏത് സമൂഹം ഉണർന്ന് അതിനോട് യുദ്ധം ചെയ്യുന്നുവോ ആ സമൂഹത്തിൽ അതിൻ്റെ നന്മയുണ്ടാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജർമ്മനിയിൽ അവിടെ ഒരു അച്ഛൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ്, അതായത് അവിടെ കാത്തലിക് സ്കൂൾ എന്ന് പറയപ്പെടുന്ന സ്കൂളുകളിൽ പോലും കാറ്റഗിസം ഇല്ലാതെയായി, വേദപാഠം പഠിപ്പിക്കാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിക്കുന്ന സമയങ്ങളും ദൈവം തന്നെ ഉണർവും ഒരു നിസ്സാര സംഗതിയായിട്ട് കണക്കാക്കരുത്. ഇത് ദൈവം കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ വർഷിച്ചിരിക്കുന്ന ഒരു വരദാനമാണ്. ഇത് ഉണർത്തി നമ്മൾ നന്നായിട്ട് വേല ചെയ്യണം. ഇത് പരമാവധി ശേഖരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇനി ഒരു കാലത്ത് വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വരുമ്പം അധികം വർക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം അവിടെ ഫലം പുറപ്പെടുവിക്കുന്നൊരു അന്തരീക്ഷം അവിടെ നിന്ന് കർത്താവ് എടുത്തും ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായിട്ട് അച്ഛൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ അനേക സഹോദരന്മാർ വലിയ സങ്കടത്തിലാണ്. ഇപ്പോൾ UK ആണെങ്കിൽ ഓർഫനേജ് പോലും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർഫനേജ് പോലും കാത്തലിക്സിന് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്താ കാരണം? പുതിയ നിയമങ്ങൾ വന്ന് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ ദൈവവചനം അനുസരിച്ച് ഓർഫനേജ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ സ്വർഗഭോഗികൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരാളെ ദത്തെടുക്കണമെന്ന് പറഞ്ഞാൽ അത് നിയമം അനുസരിച്ച് കൊടുത്തേ മതിയാവൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വചനം അനുസരിച്ച് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് ഓർഫനേജിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താവും? ആ ഓർഫനേജ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ ഫലം പുറപ്പെടുവിക്കാൻ ദൈവം തന്നിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ നന്നായി പുറപ്പെടുവിക്കാത്തത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തി പല പ്രദേശങ്ങളിൽ നിന്ന് നിഷ്ക്രമിച്ച് അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ രാജ്യം, നമ്മുടെ അനേകം സഹോദരന്മാർ അവരുടെ പ്രദേശത്തെ ഇടവക ദേവാലയങ്ങൾ ലേലത്തിന് ഇടുന്നത് കണ്ട് മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട്. ഒരു കാലത്ത് കുർബാന അർപ്പിക്കാൻ പോയിരുന്ന പള്ളികളിൽ ഇപ്പോൾ കുർബാന അർപ്പിക്കാൻ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് ലേലത്തിന് വിറ്റ് അത് ബാറുകളും അത്
പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാളുകളും ഒക്കെ ആയി മാറി ഇന്ന് അവിടെ അവർക്ക് ആത്മീയ അത് കണ്ട് വേദനിച്ച് നിൽക്കുക. ഒരുപാട് ഞാൻ UK ചെന്നപ്പോൾ അന്ന് നരിക്കാട്ടച്ചനൊക്കെ അന്ന് അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞിങ്ങനെയാണ് 2008 ചെന്നപ്പോൾ പറഞ്ഞാണ് അന്ന് ഞാൻ ചെല്ലുന്ന സീസണിൽ തന്നെ 200 പള്ളികൾ ലേലത്തിന് ഇട്ടിരിക്കുകയാണ്. അതൊരു രാജ്യത്ത് മാത്രമല്ല, അനേക രാജ്യങ്ങൾ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഈറ്റില്ലങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന വലിയ പ്രധാന വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ആ രാജ്യങ്ങളിലാണ് ഈ ഒരു പ്രതിഭാസം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ കുറേ കാലം മുമ്പ് തൊട്ടത് ആരംഭിച്ചതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയൊരു അച്ഛനെ ഞാൻ UK വെച്ച് കണ്ടു. ആ അച്ഛൻ നമ്മുടെ ജോയ് ചേറാടിയച്ചൻ എന്ന് പറഞ്ഞ അച്ഛനാണ്. ആ ചേറാടിയച്ചനോട് സംസാരിച്ചപ്പോൾ ചേറാടിച്ചൻ പറഞ്ഞെങ്ങനെയാണ്, ചേറാടിച്ചൻ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, സ്കോട്ട്ലൻഡ് ഭാഗത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, അവിടെ നല്ല ഒരു വികാരിയച്ഛനുണ്ട് സ്കോട്ട്ലൻഡിൽ. ആ നല്ല വികാരിയച്ഛൻ്റെ പ്രത്യേകത, ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, കുരിശിൻ്റെ വഴി നടന്ന് ജനങ്ങളെ സ്നേഹിക്കുന്ന നല്ല വികാരിയച്ഛനാണ്. ആ നല്ല വികാരിയച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, അതായത് പണ്ട് അച്ഛനിരുന്ന പള്ളികളിലൊക്കെ ഒരു ദിവസം 12 കുർബാന നടന്നിരുന്ന പള്ളികളാണ്. 1940കളിൽ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടം വരെ അവിടെ ആ പള്ളികളിൽ 12 കുർബാന വരെ നടന്നിരുന്ന പള്ളികളാണ്. എന്നാൽ ഈ അച്ഛൻ ഇപ്പോഴത്തെ ഇരിക്കുന്ന ആ ഇംഗ്ലീഷ് അച്ഛൻ പറയുകയാണ്, ഇപ്പം ഞാൻ ഇത്രയും നന്നായിട്ട് ഈ കുരിശിൻ്റെ വഴിയും ആരാധനയൊക്കെ നടത്തി ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ സഭ ഇവിടെ തഴച്ചു വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ഒരു 12 പേരൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ സങ്കടമല്ല, ഞാൻ മരിച്ചാൽ ഈ പള്ളിയും പൂട്ടും, എൻ്റെ ചുറ്റുവട്ടത്തുള്ള 10-12 പള്ളിയും കൂടെ പൂട്ടും. കാരണം എന്താ വെച്ചാൽ ആർക്കും താല്പര്യമില്ല, കൂദാശകളിൽ താല്പര്യമില്ല, വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യമില്ല, ഫുട്ബോളിലാണ് താല്പര്യം, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ശരിയല്ലേ? അങ്ങനത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു ട്രെൻഡില്ലേ? ആത്മീയ കാര്യങ്ങൾക്ക് ഒരു താല്പര്യം. അതിന് പകരം ബാക്കി കാര്യം, TV പ്രോഗ്രാമുകളോ റിയാലിറ്റി ഷോകളോ ഫുട്ബോൾ കളികളോ ക്രിക്കറ്റോ ഭയങ്കര താല്പര്യം അല്ലേ? അങ്ങനത്തെ ട്രെൻഡില്ലേ? ആ ട്രെൻഡാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ സെക്കുലർ ട്രെൻഡാണ്, സെക്കുലറിസം ഒരു സെക്കുലർ ട്രെൻഡാണ്. അങ്ങനെ ആത്മീയനായി നടക്കുന്നതിലോ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിലോ പള്ളിക്കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതിലോ ഒന്നും ഒരു താല്പര്യമില്ല. അപ്പം അച്ഛൻ പറയാണ്, 1940കൾ വരെ ഇവിടെ ഭയങ്കര ഉണർവായിരുന്നു. ഒരു ദിവസം 12 കുർബാന വരെ ചെല്ലണമെങ്കിൽ അത്രയും ജനക്കൂട്ടങ്ങൾ വന്നിരുന്ന പള്ളിയാണത്. ഇപ്പം എത്ര വർഷമായി? ഒരു 70 വർഷം, ഒരു 60-70 വർഷം കൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയുള്ള പഴയ അച്ഛന്മാരൊക്കെ പറയണത് ഇങ്ങനെയാണ്, പണ്ട് ഒരു 19 വർഷം മുമ്പൊക്കെ ഞങ്ങളുടെ ഈ പള്ളികൾ നിങ്ങളുടെ കേരളത്തിലെ പള്ളികളെ പോലെ തന്നെയായിരുന്നു. ആളുകൾ കൂട്ടമായിട്ട് വരും, ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു, കുട്ടികൾ വരും, യുവതിവാക്കന്മാർ വരും, നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, മൂല്യങ്ങളുണ്ടായിരുന്നു. അയർലൻഡിൽ ചെന്നാലും ഇംഗ്ലണ്ടിൽ ചെന്നാലും ഓസ്ട്രേലിയ ചെന്നാലും എല്ലാ സ്ഥലങ്ങളിലും അവിടെ പറയണത് ഇങ്ങനെയാണ്, ഒരു 50-60 വർഷം മുമ്പ് വരെ ഞങ്ങളുടെ പള്ളികൾ ഇതുപോലെ ആയിരുന്നു. എന്നാൽ ഈ 10-60 വർഷം ആയിട്ടുള്ളൂ ഇതേപോലെ വ്യത്യാസം വന്നിട്ട്. ഇന്ന് വിശ്വാസത്തിൻ്റെ ജ്വലനം പോയി. അതുകൊണ്ട് അവിടെ ആ പേരൻസിന് മക്കളുടെ ആത്മീയ ജീവിതത്തിൽ യാതൊരു കൺട്രോളും സ്ഥാനമില്ലാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് സെക്കുലർ ട്രെൻഡ് കൊണ്ട് ഉണ്ടായതാണ് എന്ന് വിചാരിക്കരുത്. ലോകത്തിൻ്റെ ആകർഷണം പണ്ട് നോഹയുടെ കാലത്തും ഇപ്പോഴൊക്കെ ഒരുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം TV ഉണ്ടായി, മറ്റേ മൊബൈൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ മോശമായിരുന്നു നോഹയുടെ കാലം. എന്താ വ്യത്യാസം ഉണ്ടായെന്നറിയോ? സമയത്ത് വിതയ്ക്കേണ്ടവർ വിതച്ചില്ല,
ആ ഉത്തരിപ്പ് കടം ചുമക്കുക. ഏത് ട്രെൻഡ് ഉണ്ടായാലും, ഏത് TV ഉണ്ടായാലും, ഏത് ചാനലുണ്ടായാലും ശരി, അതിനേക്കാൾ ശക്തമാണ് ദൈവരാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തികൾ. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അച്ഛൻ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു രാജ്യത്ത് ചെന്നപ്പോൾ കണ്ടൊരു അവിടെ ഒരു വലിയ പള്ളി പുതുക്കി പണിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ, ഇവിടെ പള്ളികളെല്ലാം ലേലത്തിനിടുമ്പം ഇനി വീണ്ടും പൈസ കൊടുത്ത് ഈ പള്ളി വലുതാക്കി പണിതാ ഇത് അതിന് ആളുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറയണത്, ഈ പള്ളിയുടെ ചരിത്രം അച്ഛൻ അറിയാത്തതുകൊണ്ടാണ്. ആ പള്ളിയുടെ ചരിത്രം അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, ആദ്യം ആ പള്ളി ഒരുപാട് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞിരുന്നൊരു ദേവാലയമായിരുന്നു അത്. അപ്പോൾ അവിടെ ഒരച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ആ അച്ഛൻ അവിടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. 1000-ആയി, 500-ആയി, 200-ആയി, 100-ആയി, 50-ആയി, 75-ആയി, 50-ആയി, അങ്ങനെ കുറഞ്ഞ് 50-ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛൻ മെയിൻ പള്ളിയിലെ കുർബാന നിർത്തി. അതിനുശേഷം സൈഡ് ഓൾട്ടറിൽ കുർബാന മാറ്റി മെയിൻ പള്ളി പൂട്ടി. സൈഡ് ഓൾട്ടറിൽ 25-ആയി, 15-ആയി, 20-ആയി. അപ്പോഴേക്കും അച്ഛന് വികാരി ജനറൽ അച്ഛനായി പ്രൊമോഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ വികാരി ജനറൽ അച്ഛനായി പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഈ പള്ളി ഇനി പുതിയൊരു അച്ഛനെ ഏൽപ്പിക്കണം. ആ അച്ഛനെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് ഒരച്ഛനെയും കിട്ടണില്ല. ഇത് ഏറ്റെടുക്കേണ്ട ഒരു പള്ളി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കൊച്ചച്ഛനെ കിട്ടി. ആ കൊച്ചച്ഛൻ പഠിച്ചങ്ങ് ഇറങ്ങിയുള്ള തീഷ്ണതയെ നിൽക്കുന്ന സമയത്താണ് ആ അച്ഛനെ വിളിച്ച്, അച്ഛൻ ഈ പള്ളി ഒന്ന് എടുക്കാവോ? അച്ഛൻ ഉത്തരവാദിത്വം എടുക്കണ്ട, അവിടെ പോയി ഇരുന്നിട്ട് അച്ഛൻ നോക്കുക. ഞാൻ നോക്കി 20 വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് വീണ്ടും കുറഞ്ഞെന്ന് വിചാരിക്കുക. 10, 15, 10ഒക്കെ ആയിക്കഴിഞ്ഞാൽ അച്ഛൻ അത് പൂട്ടിയിട്ട് അടുത്തുള്ള 3-4 പള്ളികൾ കൂടെ പൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു പള്ളിയിലാക്കിയിട്ട് ബാക്കിയുള്ള 2-3 പള്ളി ലേലത്തിനിടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചച്ഛൻ വന്നു. ഈ കൊച്ചച്ഛൻ്റെ പ്രത്യേകത നല്ല വചനം മാത്രം കീപ്പ് ചെയ്യുന്ന കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ പള്ളിയിലേക്ക് ഇങ്ങോട്ട് വന്നു. കൊച്ചച്ഛൻ പള്ളിയിൽ വന്നിട്ട് ആദ്യ ദിവസം തന്നെ അവിടെ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പാടുള്ളൂ, അധികം പ്രസംഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ അച്ഛൻ അവരുടെ നേരെ നോക്കിയിട്ട് ആ ഉള്ള വചനം ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞു. ഇതിനകത്ത് എഴുതിയുള്ള എന്താണോ അതുപോലെ അങ്ങോട്ട് പറയും. വ്യഭിചാരം ഉണ്ടെങ്കിൽ, വ്യഭിചാരികളെ നിങ്ങൾ നിത്യ നരകത്തിന് വേണ്ടി റെഡി ആയിക്കൊള്ളുക, ആ ചെരുപ്പും പൊട്ടിസൊക്കെ റെഡി ആയിക്കോ, നിത്യ നരകം നിങ്ങളെ കാത്ത് വാ പിളർന്നിരിക്കേണ്ട റെഡി ആയിക്കോളാൻ പറയും. ഇങ്ങനെ മഴയില്ലാത്ത വിധത്തിൽ മദ്യപാനികളെക്കുറിച്ച്, വ്യഭിചാരികളെക്കുറിച്ച്, സ്വർഗ്ഗഭോഗികളെക്കുറിച്ചും, തോന്നിയാസികളെക്കുറിച്ചും, അനുസരണഘട്ടങ്ങളെക്കുറിച്ചും, ധിക്കാരികളെക്കുറിച്ചും എല്ലാം അങ്ങോട്ട് പ്രസംഗിച്ച്. അവിടെ നിന്ന് ശരിക്കും യുവക്കുകളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ ഇപ്പോൾ ബസ്സിലിരിക്കുന്ന ആളോട് അങ്ങനെ നീങ്ങിയിരിക്കണമെങ്കിൽ കുഡ് യു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോസസ്സുണ്ട്, സ്റ്റെപ്പുകൾ ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. വളരെ പൊളൈറ്റായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കൊച്ചു നല്ല കറുമുറ ഉള്ള വചനം. അവിടെ പിന്നെ പ്രത്യേകതയുണ്ട്, എപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വചനം പറയാൻ പാടില്ല. സ്വർഗ്ഗഭോഗം ചെയ്ത് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് മയത്തിലൊക്കെ പറയാൻ പാടുള്ളൂ. ദൈവം സ്നേഹമാകുന്നു, ദൈവം കരുണയാകുന്നു, ദൈവം സ്നേഹവും കരുണയുമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശ്വാസ വചനമൊക്കെ പറയാനാണ് കൂടുതൽ നല്ലത്. ഫ്രൈസൽ. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ഈ അച്ഛൻ കറുമുറാന്ന് വചനം സ്വർഗ്ഗഭോഗികളെ നടുങ്ങി പറയ്ക്കും, നിങ്ങൾ നരകത്തിൽ കിടന്ന് വെന്ത് പൊള്ളൂ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളറിയാതെ കിടിലം കൊണ്ട് അവർ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, ഭയങ്കര ശക്തി എന്ന് പറഞ്ഞു. ഉടനെ അടുത്തുള്ളവർ എന്നാൽ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിറ്റേ ആഴ്ച 15 പേരുള്ള 30 പേരായി. അവിടെ വീണ്ടും അച്ഛൻ ശക്തിയോടെ വചനം പറഞ്ഞ് അവർ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഭയങ്കര ശക്തി. എന്താ ശക്തി എന്ന് പറയണല്ലോ, ഭയങ്കര ശക്തി എന്ന് പറയണല്ലോ. എന്തായി? അപ്പോൾ 30 പേർ 60 പേരായി. സൈഡ് ഓൾട്ടർ നിറഞ്ഞിട്ട് അവിടെ ആളുകൾക്ക് നിൽക്കാൻ നിവൃത്തിയില്ലാതെ കുർബാന മെയിൻ ഓൾട്ടറിലേക്ക് മാറ്റി. പള്ളി കുറേ കാലം അടച്ചു കിടക്കുകയായിരുന്നു. ആ മെയിൻ ഓൾട്ടറിൽ നിന്ന് അച്ഛൻ വീണ്ടും ശക്തിയോടെ പറഞ്ഞ് 60, 120 120, 240 അങ്ങനെ കൂടി ഇപ്പോൾ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത പരിസരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ആ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ആ പള്ളിയിൽ കൂടുതൽ അക്കമഡേഷൻ, കൂടുതൽ പാർക്കിംഗ്, കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി, അതൊക്കെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് കൂടി ആലോചിക്കുന്ന സമയത്താണ് ഞാനും അരിക്കാട്ടച്ചനും കൂടി അവിടെ എത്തിയത്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതും യൂറോപ്പിൽ തന്നെയല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുണ്ട്, TV ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതാണോ ഇതിൻ്റെ ശരിക്കുള്ള കാരണം? എന്താ ഇതിൻ്റെ ശരിക്കും ഈ മന്ദതയുടെ കാരണം എന്താ? വിതയ്ക്കേണ്ടവർ വിതയ്ക്കേണ്ട പോലെ വിതയ്ക്കണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വിശ്വാസിയും അവരുടെ റോളെടുത്ത് വിതയ്ക്കണം, ഏറ്റെടുക്കണം.
ഓരോ വിശ്വാസിയും കുടുംബത്തിൽ വിതയ്ക്കണം, സമൂഹത്തിൽ വിതയ്ക്കണം, സംഘടനകളിൽ, എല്ലാ സ്ഥലത്തും വിശ്വാസം വിതയ്ക്കണം. വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. വേൾഡ് ഇവാഞ്ചലൈസ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇതായിട്ട് നിൽക്കരുത്. നമുക്ക് ദൈവം ഏൽപ്പിച്ചു തരുന്ന ചക്രവാള ആ ഏരിയകൾ കണ്ട് നമ്മൾ ആ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ ഇടവക ഏൽപ്പിച്ചു കൊടുക്കുന്ന അച്ഛനെ ഇടവക വിതച്ച്, നമുക്ക് ദൈവം ഏൽപ്പിച്ചു തരുന്ന സ്ഥലങ്ങൾ കണ്ടും ക്ലെയിം ചെയ്തും അവിടെ നമ്മൾ വിതയ്ക്കണം. വിതച്ചാൽ കൊയ്ത്തുണ്ട്. ഇത് സത്യമാണ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.